അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടെ നമ്മൾ കാത്തിരിക്കേണ്ട ദിവസങ്ങളാണ് ഇത്. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ ലോകത്തിൻ്റെ രാജാവായ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസം നമ്മളിൽ വരികയാണ്. സഫർ മാസം നമ്മളിൽ നിന്ന് പിരിയുകയാണ്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു റബീഉൽ അവ്വൽ മാസത്തെ നമ്മൾ വരവേൽക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് ഈ ഒരു മാസം വരവേൽക്കാൻ നല്ല സന്തോഷം വേണം. ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് സന്തോഷമില്ലാതിരിക്കുക. റബീഉൽ അവ്വൽ മാസം വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ വന്നു പോകും പോലെ തോന്നുക. ഈ ഒരു മാസത്തെ ബഹുമാനിക്കാതിരിക്കുക, നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു മാസത്തെ പോലെ കാണാതിരിക്കുക, നമ്മൾ ഒരു പ്രത്യേകമായിട്ട് കണ്ട് സലാത്തൊന്നും ചൊല്ലാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ ഭാഗ്യക്കേടാണ്. ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അള്ളാഹു ഒരുപാട് ശിക്ഷ തരും. നമ്മുടെ മുത്തുനബി ജനിച്ച മാസമാണിത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഈ ഒരു മാസത്തെ ബഹുമാനിക്കണം. റബീഉൽ അവ്വൽ 12-ന് നമ്മൾ ബഹുമാനിക്കണം. നബിയുടെ ജന്മദിനത്തെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കണം. നബി ജനിച്ച മാസമായത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മാസം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വേണം. ഏത് പിഞ്ചു മക്കളായിക്കോട്ടെ, റബീഉൽ അവ്വൽ മാസം വരുന്നു, നബിദിനം നമ്മളിൽ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നമുക്കൊക്കെ കിട്ടട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുക. അതുപോലെ നമ്മൾ ഈ ഒരു റബീഉൽ അവ്വൽ നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മൾ ധാരാളം അധികരിപ്പിക്കേണ്ടത് സലാത്താണ്. നമുക്കറിയാവുന്ന ഏത് സലാത്ത് നമുക്ക് ചൊല്ലാം. സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നമ്മൾ ഈ ഒരു മാസത്തെ വരവേൽക്കാൻ ശ്രമിക്കുക. നമുക്ക് കഴിയുന്നത്ര നമ്മൾ ചൊല്ലി തീർക്കുക. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു സലാത്തിലൂടെ അള്ളാഹു നമുക്ക് മാറ്റിത്തരും. നമ്മൾ ഈ ഒരു മാസം സലാത്ത് ചൊല്ലിയാൽ നബിയുടെ ഹദറത്തിലേക്ക് ആ ഒരു സലാത്ത് ഡയറക്റ്റ് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ സലാത്ത് കാണും. നബിയുടെ അടുത്തേക്ക് നമ്മുടെ സലാത്ത് ഇന്നാലിന്ന ആൾ ചൊല്ലി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല കാണിച്ചു കൊടുക്കും. ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ധാരാളം അധികരിപ്പിക്കേണ്ട സലാത്താണ് ഇബ്രാഹിമിയ സലാത്ത്. ഈ ഒരു സലാത്ത് നമ്മൾ ധാരാളം അധികരിപ്പിക്കുക. ഈ ഒരു സലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ നമുക്ക് ഒരുപാട് ഫലങ്ങൾ കിട്ടും, രോഗങ്ങൾ മാറിക്കിട്ടും. അതുകൊണ്ട് എല്ലാവരും ധാരാളം ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ആഗ്രഹങ്ങളോ നിറവേറ്റാനുണ്ടെങ്കിലോ 313 തവണ ഈ ഒരു ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലിയിട്ട് നബിയുടെ ഹദറത്തിലേക്ക് ഹദിയ ചെയ്തിട്ട് നിങ്ങൾ ദുആ ചെയ്തോളൂ. നിങ്ങളുടെ ആഗ്രഹം ഉടനടി നടക്കും. ഈ ഒരു മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു ആയത്താണ് ലഖദ് ജാഅക്കും എന്ന് പറയുന്ന തുടങ്ങുന്ന ആയത്ത്. ആ ഒരു ആയത്തുകൾ നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക. നമ്മുടെ മുത്തുനബിയെ കുറിച്ച് പറയുന്ന 2 ആയത്തുകളാണ്. നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഒരു ദിക്ർ നമ്മുടെ മുത്തുനബി ഒരുപാട് ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്റും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു നബിദിന മാസത്തെ ബഹുമാനിക്കുക, റബീഉൽ അവ്വലിനെ ബഹുമാനിക്കുക. ഇന്നു മുതലേ നിങ്ങൾ സ്വലാത്തൊക്കെ ചൊല്ലി ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക, എൻ്റെ ദുആയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. നമ്മുടെയൊക്കെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.